പടമേടിച്ച് പന്തളത്ത് പോയപ്പോ അവിടെ പന്തളത്തിൽ പടാടോ പടമേടിച്ച് പരങ്ങാട്ടി പോയപ്പോ അവിടെ ഉടവച്ച പടാടോ ആന വഴിയേ ചങ്ങല വഴിയേ ആന വഴി പടമെടുത്ത് പന്തളത്തി എന്നപ്പോ പന്തംകുളത്തി പട പടമെടുത്ത് പതിനായിരത്തി പടവെച്ചവിട ആന വഴിയെ തന്നെ വഴിയെ ആന വഴിയെ കൊണ്ടു വന്നിട്ട് നിങ്ങൾ ആരോന്നല്ല എന്നെ കണ്ടിട്ട് മനസ്സിലായോ? എന്നെ കണ്ടിട്ട് മനസ്സിലായോ? താടി മീശയും പണ്ണെ കണ്ടിട്ട് മനസ്സിലായോ? താടി മീശയും പണ്ണെ കണ്ടിട്ട് അറിഞ്ഞില്ല. മുന്നിട്ട വാളും പിന്നിട്ട പരിചയം കണ്ടിട്ട് മനസ്സിലായോ? മുന്നിട്ട വാളും പിന്നിട്ട പരിചയം കണ്ടിട്ട് അറിഞ്ഞില്ല. അരയിലെ കച്ചവാട് കണ്ടിട്ട് മനസ്സിലായോ? കച്ചവാട് കണ്ടിട്ട് അറിഞ്ഞില്ല. ഇതെന്താണോ? ആകാശം ഇതെന്താണോ? ഇത് കണ്ടിട്ട് മനസ്സിലായോ? മനസ്സിലായില്ല. എന്നാ പറഞ്ഞുതരാടോ. പറയൂ. ഞാന് കോഴിക്കോട് സാമൂതിരി രാജാവിന്റെ കാര്യസ്ഥനായ വെട്ടിക്കണ്ടമഞ്ചാലാണോ? എന്താണോ ഇവിടെ ഒരു കളിയും പാട്ടും ഒക്കെ? കോരിക്കുടിക്കുന്ന കളിയാണുള്ളത്. പിന്നെ എന്താണോ നിങ്ങളുടെ തള്ളമാരുടെ എഴുപാട്ടും കളിയാണുള്ളത്? ഈ കട്ടകത്തിലെ ഭാഗവത തിരുനാളായ മീനമാസത്തിലെ പുണർന്നിന്റെ കുമ്മാറ്റത്തിന് മുന്നോടിയായിട്ട് പുലിശ്ശേരി വരക്കത്ര ദേശം ഭഗവതിക്ക് സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ഈ കളി. അതേടോ? മനസ്സിലായ? മനസ്സിലായി പറയുന്നു. മനസ്സിലായോ? ആർക്കൊന്ന് ആ പറക്കൊപ്പനം ജ്ഞാനം ആ വേട്ടോറ്റം പിന്നെ അനിയൻ കൂടി വന്നോളൂ. അതേടോ? എനിക്ക് ഒരു കൽപ്പന കിട്ടിയടോ. ആ ഒരു മാവ്, ആ ഒരു പുളി, ആ ഒരു തെങ്ങ്, ആ ഒരു പ്ലാവ് ഇതൊക്കെ നിർത്തി ബാക്കിയൊക്കെ സമുദ്രത്തിൽ കലക്കാനായിരുന്നു കൽപ്പന. കലക്കിട്ട് വരുന്ന വഴിയായിരുന്നു. അപ്പോഴേ ഒരു കാഴ്ച കണ്ടോളൂ. ഒരു കള്ളന്റെ മുകളില് തെങ്ങടോ. അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പൊ ഞാന് ആ കള്ളന്റെ അടുത്ത് ചോദിച്ചു എന്താണ്ട് ആ തെങ്ങിന്റെ മുകളിലാണ്. അപ്പൊ കള്ളൻ പറഞ്ഞു താലി വിളിക്കാൻ കഴിയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു തെങ്ങിന്റെ മുകളിലാണ് ആ താലി. ഓ അതല്ല തെങ്ങിന്റെ മുകളല്ല പറഞ്ഞിട്ട് കള്ളൻ എന്റെ തോളിൽ ചവിട്ടി ഇടുപ്പിൽ ചവിട്ടി പുതിയ ചവിട്ടി താഴെ കിടങ്ങിയോ. എന്നിട്ട് എന്റെ ഇടുപ്പിൽ പുതിയ ചവിട്ടി ഇടുപ്പിൽ ചവിട്ടി തോളിൽ ചവിട്ടി അടുത്ത താഴെ കിടങ്ങിയോ. പ്ലാവിൽ കയറിയതും പടപടാന്നൊരു 10-20 ചക്ക അതിൽ താഴെ ഇട്ടോളൂ. എന്നിട്ട് എന്റെ തോളിൽ ചവിട്ടി ഇടുപ്പിൽ ചവിട്ടി പുതിയ ചവിട്ടി താഴേക്ക് വന്നോളൂ. താഴേക്ക് വരുമ്പോ എന്റെ കച്ചവാട് അറ്റ് തെറിച്ചു പോയടോ. എന്നിട്ട് ആ കച്ചവാടില് ചക്കയൊക്കെ കെട്ടിയിട്ട് കെട്ടിയല്ലോ. കെട്ടിയ ശേഷം കള്ളൻ പറഞ്ഞു ഈ ചക്ക നീ വെക്കോ, ഞാന് നീ വെക്കോ. അവസാനം ആ ചക്കയൊക്കെ എന്റെ തലയിൽ തന്നെ വന്നോളൂ. എന്റെ തലയിൽ തന്നെ വന്നോളൂ. എന്നിട്ട് ചക്കയിൽ വന്നിട്ട് ഞാൻ നടന്നോളൂ. എന്റെ പിന്നാലെ ആ കള്ളൻ കൂന്ന് നടന്നോളും. ചക്കയും ചോപ്പത് നീ നോർന്നിട്ട് കള്ളം കുരിഞ്ഞിട്ടും
കുറച്ചു ദൂരം പോയപ്പോ ഒരു വാതിൽ അടച്ചിട്ടും ഒരു വാതിൽ തുറന്നിട്ടും ഒരു വെളിച്ചം കണ്ടോടും. ഒരു വാതിൽ അടച്ച് ഒരു വാതിൽ തുറന്നിട്ടാണ് കള്ളന്റെ ഭാര്യ കള്ളം വല്ലതും കൊണ്ടുവരുമോ നോക്കിക്കൊണ്ടിരിക്കുകയും ഞങ്ങള് ആ വീടിന്റെ വാതിന്റെ അടുത്തേക്ക് പോയോടോ. ആ വാതിൽ അടുത്തെത്തിയപ്പോഴേക്കും കള്ളൻ എന്റെ വീടിപ്പിടി ഒരു ചവിട്ടിയോടോ. മുട്ടുമുട്ടും കള്ളൻ എന്നപ്പോഴോ ചവിട്ടിയപ്പോ ചക്കയൊക്കെ ഉള്ളിലും ഞാൻ പുറത്തു പോയോടോ. ചവിട്ടാൻ അറിയുന്ന കള്ളനാണ്. ചക്ക കഴിഞ്ഞപ്പോഴേക്കും വാതിൽ അടഞ്ഞോടോ. വാതിൽ അടഞ്ഞപ്പോ ഞാന് അടുത്തുള്ള പട്ടിപ്പേൽ ഇങ്ങനെ തന്നെ നാടി ഇരുന്നോടോ. നായിന്റെ കൂട്ടിൽ തന്നെ ഞാൻ ഇരുന്നോടോ. അപ്പോഴേക്കും ചേക്ക് ഇതിൽ പന്നി പോലെ ഒരു 10-20 വരുന്നോടോ. ആയിരിക്കുമല്ലോ. എന്നിട്ട് ഞാന് ഞാനും പട്ടി കൂടി തന്നെ നാടി ഇരുന്നോടോ. എന്നിട്ട് നോക്കുമ്പോ ആ ചക്ക 2 തുണ്ടായിടോ. അതേടോ. കുറച്ചു നേരം ഒരു തുണ്ട ഇങ്ങനെ കിട്ടും പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ നാടി ഇരുന്നോടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ തുണ്ട് ഒരു വാറായോ. കുറച്ചു നേരം അപ്പൊ ഒരു വാരെങ്കിലും കിട്ടും വിചാരിച്ചിട്ട് അങ്ങനെ തഞ്ചം താടി ഇരുന്നോളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ചു കൂടി കഴിഞ്ഞപ്പോ ആ വാറായിട്ട് ചൊളയായിടും. ഒരു ചൊളയെങ്കിലും കിട്ടുമ്പോ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചൊള തെറിച്ചു വന്നോളൂ. തെറിച്ചു വന്നിട്ട് ഞാനും പട്ടി കൂടി ഒരു ചൊളയ്ക്ക് കഴിയും പിടിയിടും. അതേടോ. അങ്ങനെ വരുന്ന വഴിക്ക് ഈ നാട്ടിലെ എന്റെ ചോദിക്കാണ്ടേ ആരും ഒന്നും ചെയ്യുകയാണോ? ആരും ഒന്നും ചെയ്യാൻ പറ്റാണോ? വെക്കില്ല, വിളമ്പില്ല, ഉണ്ണില്ല, വീണ്ടാറില്ലടോ. ഒന്നും ചെയ്യാൻ പാടില്ലടോ. അങ്ങനെ വരുന്ന വഴിക്ക് രണ്ട് കുറച്ച് വാണിമാരി കണ്ടോളൂ. വാണിമാരി വാ പോ പറയണോളൂ. അതേടോ. അപ്പോ അവർക്ക് എന്നെ കണ്ടിട്ട് ഇരിക്കാനും വയ്യ, എനിക്ക് അവരെ കണ്ടിട്ട് നിൽക്കാനും വയ്യാണോ. ചോദിച്ചു നമുക്ക് ഒന്നിരംഗം ചതുരമായി ചോദിച്ചോളൂ. അപ്പൊ ചതുരംഗം പൊതുമ്പോ അവരുടെ ആനി അവരുടെ ആനയോട് ആന, എന്റെ കുതിരയോട് കുതിര, അവരുടെ തേരോട് തേര്, എന്റെ കാളാളോട് കാളാള്, എല്ലാവരും കൂടി വെട്ടി അങ്ങനെ തൊട്ട് താഴെ പോയുള്ളൂ.